ഹലോ, ഞങ്ങളീ പോകുന്നത് ഏടൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. ഞങ്ങൾ ആദ്യം പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ്, അമ്മേനെയും അച്ഛനെയും കൂട്ടാൻ വേണ്ടിയിട്ട്. അവിടുന്ന് അച്ഛനെയും അമ്മേനെയും കൂട്ടി ഞങ്ങൾ നേരെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു നല്ല വിശപ്പുണ്ട് അല്ലേ അജു? അപ്പം ഞങ്ങൾ ആദ്യം പോകുന്നത് ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്നുള്ള പ്ലാനോട് കൂടിയിട്ടാണ്. ഞാനും അജുവും എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഏടനും കൂടെ ഞങ്ങളൊരു വണ്ടിയിലും, അവിടുന്ന് അരുണേട്ടനും പവിത്രയും ലിയോക്കുട്ടനും അച്ഛനും അമ്മയും ഒരു വണ്ടിയിൽ. അങ്ങനെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് സ്പീഡാക്കി കാര്യങ്ങൾ. ഏതൊരു ചെറിയൊരു പനിയൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടാണ് നന്നായിട്ടുണ്ട്. വയനാട്ടിലേക്കുള്ള ഈ യാത്ര എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞങ്ങളെ രണ്ടുപേരെയും സംബന്ധിച്ചിടത്തോളം ഒരുപാട് മെമ്മറീസുള്ള യാത്രയാണ് കേട്ടോ. ഞാനും അജുവും പല വട്ടം ഇതുവഴി പോയിട്ടുണ്ട്. കല്യാണത്തിൻ്റെ മുൻപ് ഞങ്ങൾ, എനിക്ക് തോന്നുന്നു, എത്ര വട്ടം പോയിട്ടുണ്ട് അജു? ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. അതെന്താ മെയിനായിട്ട് നമുക്ക് ഈ ചുരത്തിലൂടെ പോകുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതൊരു വേറെ ഫീല് തന്നെയാണ്. അതിൽ പോയവർക്ക് അറിയാം അതിൻ്റെ ഒരു ഫീൽ എന്താന്ന് പറയുമ്പോൾ. അതെ, സാധാരണ ഞാൻ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ഉറങ്ങാറൊക്കെ ഉണ്ട്. പക്ഷെ വയനാട്ടിലേക്കുള്ള റൂട്ടിൽ ഞാൻ ഒരിക്കലും ഉറങ്ങാറില്ല കേട്ടോ. ആ ചുരത്ത് കയറുമ്പോൾ ഒരു വല്ലാത്ത തണുപ്പടിച്ച് കയറാറുണ്ട്. ഒരു വല്ലാത്ത ഫീല് തന്നെയാണ്. നമുക്ക് മൈൻഡിനും കണ്ണിനും ഒക്കെ ഒരു വല്ലാത്തൊരു കുളിർമ തരുന്നൊരു ഫീല്. വൈത്തിരി തന്നെ ആയതുകൊണ്ട് ചുരം കഴിഞ്ഞിട്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റിസോർട്ട് പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ റിസോർട്ട് സത്യം പറഞ്ഞാൽ. സോ ഞങ്ങൾ തന്നെയാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. എല്ലാവരും അതിൻ്റെ ബിസിയാണ്. ബലൂണൊക്കെ വരുത്തി ആക്കിയിരുന്നുണ്ട്. അതിനുള്ള കൂടെ ചെറിയൊരു ആളിതാ മെയിനായിട്ട് ഞങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആളിതാണ്. ഇതാണ് ലിയോ. ഒരു ഹായ് പറ, ഹായ് പറ, ഹായ് ലിയോ. ലിയോ ഇട്ടാ അമ്പ ബിസിയാണ്. അമ്പ എന്താ പറയുക, തിരക്കിലാണ്. പണീൻ്റെ അടുക്ക് ഞങ്ങൾ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഞങ്ങൾ എടുക്കാറില്ല. ഇത് ഏട്ടൻ, എൻ്റെ വൈഫിൻ്റെ അമ്മേൻ്റെ അച്ഛൻ, വേറെ ആളാണ്. വീട്ടിലാണെങ്കിൽ കിച്ചണിൽ, ഇവിടെ വന്നാലും കിച്ചൺ. ഏടനൊന്ന് സെറ്റായ ടൈം നോക്കി ഞങ്ങൾ പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്തിട്ടോ. അവനത്ര ഓക്കെ ആയിരുന്നില്ല, എന്നാലും പാവം അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൻ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾ പെട്ടെന്ന് സ്പീഡാക്കി കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. നൈറ്റ് കഴിക്കാനുള്ള ഫുഡെല്ലാം ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കുകയാണ് ചെയ്തത്. അവിടെ കുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ ആരാ വീട്ടിൽ നിന്ന് ഇതുപോലെയൊക്കെ പോയി നിൽക്കും വീണ്ടും കിച്ചണിൽ കിടന്ന് കഷ്ടപ്പെടാൻ ആഗ്രഹിക്കുക? ആർക്കും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ക്യാരം ബോർഡിലേക്ക് നീങ്ങി. ആരില്ല, ഞാൻ തന്നെയാ വീഡിയോ എടുക്കുക. നൈറ്റ് ആയപ്പോഴേക്കും ഏടിനും അജുനും നല്ല പനി. അപ്പോൾ പിന്നെ ഞങ്ങൾ പ്ലാനിങ് എല്ലാം മാറ്റി. രാവിലെ അവിടെ കറങ്ങാന്നുള്ള പ്ലാൻ ഞങ്ങൾ സ്കിപ്പ് ചെയ്തു.
മോർണിംഗ് തന്നെ വീട്ടിലേക്ക് തിരിച്ചു. ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരുവിധം കുഴപ്പമില്ലാതെ നടന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ വീട്ടിലേക്ക് തിരിച്ചു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.